We played, definitely we played. Surely we played. Okay. ഞങ്ങളുടെ ഒരു ടീമിന് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ നിങ്ങളുടെ ചിരിയും കയ്യടികളും സന്തോഷങ്ങളും തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് നിറച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല ഈ ചിത്രം. ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ മൂഡിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻ്റർടൈൻ ചെയ്യാനും ചിരിക്കാനും ഹ്യൂമറും ആക്ഷനും പ്രണയവും എല്ലാം ഒത്ത ഒരു സിനിമയായിരിക്കും ഇത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത ഫിലിംസിലൊന്നും അങ്ങനെ ആക്ഷൻ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ആക്ഷൻ ഉണ്ട്, നല്ല കോമഡീസ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ക ഒരു ഓണം കളർഫുള്ളാക്കാൻ ഒരു അത്തപ്പൂ കളം പോലെ ഞങ്ങൾ കളർ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു എനർജി ഇല്ലേ, ആ എനർജി തീർച്ചയായിട്ടും തിയേറ്ററിൽ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് പടം കൂടി എടുക്കാൻ അറിയാം എന്ന് ഞാൻ കാണിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരാളെ നിരാശപ്പെടുത്തില്ല, എൻ്റെ വാക്കാണ്. കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് ഇരിക്കാം. കാണാമോ? ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ആദ്യമേ ഹാപ്പി ഓണം. കേരളത്തിലെ ഒരുപാട് പാർക്കുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്, കുറെ നേരം മനസമാധാനത്തോടെ ഇരുന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇൻഫോ പാർക്കിനകത്തേക്ക് കയറുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ നമ്മൾ സാധാരണ പാർക്കിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ പാർക്കിൽ കയറി കഴിഞ്ഞാൽ ഒരു റെസ്റ്റും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി ആയിരിക്കാം. ആ ജോലിയുടെ ഒരു റിലീഫ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു എൻട്രി ഒക്കെ, നിങ്ങൾ ആ ഞങ്ങളെ ഏറ്റെടുത്ത ആ ഒരു കയ്യടിയും ബഹളവും ഒക്കെ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ശരിക്കും ഒരു ആരവം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഉറപ്പ് തരാം, ബാഡ് ബോയ്സ് സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ ഇതേ ആരവത്തോടു കൂടി ഇരുന്ന് കാണും. അതിനുള്ള എല്ലാ സംഭവങ്ങളും നേരത്തെ പറഞ്ഞു, ഫൈറ്റ് മാത്രമായിരിക്കുന്നു. ഫൈറ്റ് മാത്രമല്ല, ഫുൾ ഫണ്ണാണ്. ഇതിനകത്ത് കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയിരുന്ന് അടിച്ച് പൊളിച്ച് കാണാനുള്ള എല്ലാ സംഭവം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുമല്ലേ? അപ്പൊ നല്ലൊരു ഓണം ആകട്ടെ നിങ്ങൾക്കിത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ അത് ഹൃദയത്തിൽ നിന്നുള്ള സിനിമ തന്നെയാണ് ഞങ്ങളുടെ. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, കുടുംബ പ്രേക്ഷകരോടൊപ്പം കൊച്ചുകുട്ടികളോടൊപ്പം ഈ ഓണക്കാലം ഗംഭീരമാക്കാനുള്ള എല്ലാ ഐറ്റവും ഈ ഓണത്തിന് ഈ ബാഡ് ബോയ്സ് നിങ്ങൾക്ക് തരും. അതിലൊരു മാറ്റമില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്നോട് ഈ ഉപേരിക്ക, ഇത് ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, ബിബിക്ക് ഈ സ്ഥലമൊക്കെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. കാക്കനാട്. സത്യത്തിൽ എനിക്ക് ഇവിടെ കയറി വന്നപ്പോഴേക്കും കണ്ണ് നിറഞ്ഞു പോയി. രണ്ട് കാര്യങ്ങളാണ്. ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു RR ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നത്. മങ്കാത്തയിലെ RR. ഞാൻ അജിത്ത് ഫാനാണ്. രണ്ട്, ഇവിടെ ഈ പറയുന്ന ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന പാറക്കമുകൾ, ഈ പറയുന്ന ഇടച്ചിറ, ഈ സ്ഥലങ്ങളൊക്കെ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് നിലമ്പേഞ്ഞുമോളായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അപ്പൂപ്പൻ ചെറിയ ചെറിയ പൈസ കൊടുത്ത സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഓർക്കും അപ്പൂപ്പനെ നല്ല സ്മരിക്കുന്നുണ്ട്. എന്നാൽ പോലും കുഴപ്പമില്ല, നല്ല കാര്യവും വികസനവും ഒക്കെ നടന്നതുകൊണ്ട് എനിക്ക് വിഷമില്ല. എന്നാലും ഒരു ചെറിയ സങ്കടം. എൻ്റെ അപ്പൂപ്പനെ നീ മാറി കാണുന്നുണ്ട്, അത് നീ കാണാൻ എൻ്റെ അപ്പൂപ്പൻ്റെ സ്ഥലത്തൊന്നും. അപ്പോൾ ഞാൻ മാർഗംകളി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തന്നെ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടാം. ഓക്കെ ചേട്ടാ, ഡിലീറ്റ് കേട്ടോ. ഇത്ര മതി, അല്ലെങ്കിൽ ഗന്ധർവനായിപ്പോ. ഇത്രയും നല്ലൊരു എൻട്രി, ഇത്രയും നല്ല സപ്പോർട്ടും തന്നേന്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നാളെ നിങ്ങളുടെ മൂവിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു മൂവിയുടെ പാട്ടാവാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഓൾവേസ് ബിഗ് താങ്ക് ടു ഒമാർ സാർ ആൻഡ് ഷില്ലു മാം എപ്പോഴും. അപ്പോൾ നാളെ എല്ലാവരും കാണില്ലേ മൂവി? എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ. ഷില്ലു മാമിന്റെ ചൈൽഡ്ഹുഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്റെയും ആര്യ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ നാളെ ഞങ്ങളുടെ മൂവി റിലീസാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നാളെ തന്നെ പോയിട്ട് കാണുക.
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമ്മുടെ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. വെറും അസോസിയേറ്റ് അല്ല, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉദയൻ എന്റെ കൂടെ മൂന്നാമത്തെ ഫിലിമാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാല്, ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കറക്റ്റ് 60 ദിവസമായിട്ടുള്ളൂ. ഈ 60 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കഴിച്ച് ഇത് കംപ്ലീറ്റ് ഡബിങ് കഴിച്ച് RR കഴിച്ച് ഇതിന്റെ സെൻസർ കഴിച്ച് ഇത് തിയേറ്ററിലേക്ക് എത്തിച്ചതിന് പിന്നിലെ ഫുൾ എഫേർട്ട് ഉബൈനിയുടെ ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഹാറ്റ്സ് ഓഫ് ഉബൈനി. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ തന്നതിൽ ഒരുപാട് സന്തോഷം. ഷീലു മാം കഴിഞ്ഞ ഒരു പ്രൊമോഷന് നമ്മുടെ റൈറ്റർ സാരംഗിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം തോന്നും. ഇങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനമാണ്. കാരണം നമ്മൾ സിനിമ സ്വപ്നം കണ്ട് നടന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് വൈസ് ആണ് നമ്മളൊരു സിനിമ ഭയങ്കര ഗംഭീരമാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു എക്സിക്യൂഷനും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ട്രailerൽ കണ്ടത് വെറും 16 ആക്ടേഴ്സിനെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ സാറോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. 84 പേര് അഭിനയിച്ച സിനിമയാണിത്. 44 ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിൽ ഇനിയും ഇതിനകത്ത് കാണാനും ഒരുപാട് പേരുണ്ട്. ക്യാമിയോ റോളുകളുണ്ട്. പിന്നെ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പ് തരികയാണ്. അതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾ ഈ കേട്ട പാട്ടുണ്ടല്ലോ, ഈ പാട്ട് മുതല് നിങ്ങൾ സിനിമയില് കൈയടിച്ചിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരികയാണ്. റഹ്മാൻ സാറിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി റഹ്മാൻ സാറിന്റെ ഫേവറേറ്റ് പാട്ട് നിങ്ങൾ പാടണം. ഒരു മധുര കിനാവിൽ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്ന കുടമുല്ല പോവിഞ്ഞോ ഹരിതായിരമാശകളായൊരു പൊൻവരനേ വരിക്കച്ചക്കട ചോള കണക്കിന് തൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടി അണുമ്പ കണ്ടടി ഞാനൊരു മിന്നായോ ചാട്ടുളി മൂന്ന് തൊളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടറന്ന് വൈറരിയണ് കിടി കുടുങ്ങണ് നെഞ്ചിലിടി തകില് കൊട്ടിന് ചുവട് വെക്കുന്ന താളം പോണൊരു പോക്കടി കാവടിക്കിട നാടന് ഒരു കാലിളകിയ ചേലില് കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി കരടിലെപ്പൊരു കാവടികിട നാടന് പരിചക്കട ചോള കണക്കിന് തൊടുതൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടി കേടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായോ ചാട്ടുളി മൂന്ന് തൊളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടറന്ന് വൈറരികണ് കിടി കുടുങ്ങണ് നെഞ്ചിലിടി തകില് കൊട്ടിന് ചുവട് വെക്കുമ്പോ താളം പോണൊരു പോക്കടി കാവടികിട നാടന് ഒരു കാലിളകിയ ചേലില് കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി കരളിലെ ഒരു കാവടികിട നാടന് നാടകമാണ് വില്യംസിന്റെ ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞിട്ട് ഞാൻ വില്യംസിനായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിമാണിത്. ഇനി ഞങ്ങളുടെ ഒരു കോംബോ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ഹിറ്റ് കളിച്ച് പോട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. സെറ്റല്ല അവിടെ. അപ്പൊ നമ്മുടെ വില്യം ബ്രോനെ കൊണ്ട് നമ്മുടെ പടത്തിലൊരു ട്രാക്ക് അവിടെ ഈ ബാഡ് ബോയ്സ് മൂവിയിൽ തന്നെ 2 ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു സോങ് ആണ് പാടാൻ പോകുന്നത്. പാടട്ടെ? ഈ എനർജി പാടട്ടെ?